ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഫോട്ടോ വെച്ചിട്ട് സെക്കൻഡ് ഡേ ആണ്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പ്ലാൻ ചെയ്തപ്പോ തന്നെ എന്റെ മനസ്സിൽ കാഷ്യാർഡ് കഫേയിൽ പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. കുറെ കാലമായിട്ട് ഞാൻ പോകണമെന്ന് വിചാരിച്ച കഫേ ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിന്റെ ചോക്ലേറ്റ് കേക്ക് ഭയങ്കര വൈറലായിരുന്നല്ലോ. ഒരു പെർഫെക്റ്റ് ചോക്ലേറ്റ് കേക്ക് കഴിക്കണമെന്ന് കുറെ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കാണ്. ഞാൻ കോഴിക്കോട് പോയാൽ കഴിക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇവിടെ എത്തിപ്പെട്ടു. അപ്പൊ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു. വേറെ ഒന്നും ചിന്തിച്ചില്ല, നമ്മൾ ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സാധനം എത്തിയിട്ടുണ്ട്. കേക്ക് കാണാൻ കുറച്ച് ഡ്രൈ ആയിരുന്നെങ്കിലും കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആ മെൽറ്റഡ് ചോക്ലേറ്റ് വരുന്നതുകൊണ്ട് ആ ഡ്രൈനെസ് നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഞാൻ മെൽറ്റഡ് ചോക്ലേറ്റ് ഹോട്ട് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നേ. ആദ്യം നമ്മൾ ഭയങ്കര ആക്രാന്തത്തോടെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ മന്ദപ്പായി കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു 4 ആളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോയണേ. എന്നാൽ നമ്മൾ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല, ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കൊതിമൂത്ത് കയറിയോണ്ട് തന്നെ കഫേ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ. ഒരു മിനി ആർട്ട് ഗാലറി പോലെയാണ് അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൈനിങ് ഏരിയയിൽ വാം ലൈറ്റിങ്ങും പുറത്ത് കൂൾ ലൈറ്റിങ്ങും ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചിലും സ്ട്രീറ്റ്സിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് ഒരു ഫുഡ് കോർട്ടിലേക്കായിരുന്നു. ഇവിടെ ഞാൻ ഇതിന്റെ മുമ്പേയും കയറിയിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടമല്ല. ഇനിയും നടക്കാൻ വയ്യാത്തോണ്ടാണ് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡബിൾ പാറ്റി വരുന്ന ഒരു ബർഗറും അതുപോലെ മോമോസും ആയിരുന്നു. ഫ്രൈഡ് മോമോസിനേക്കാളും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്റ്റീംഡ് മോമോസ് ആണ്. എനിക്ക് സ്റ്റീംഡ് കഴിക്കുന്ന ഫീല് മറ്റേത് കഴിക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. പക്ഷെ ഇതിന് അത്ര ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. മാച്ച് ചെയ്യാത്തൊരു ഡിപ്പും മസാലയും ഒക്കെ ആയിരുന്നു ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്താണെങ്കിലും കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ലോഗിൽ വരാം.